തരൂരിൻ്റേത് തിരുത്തലോ എന്നായിരുന്നു ചോദ്യം. തരൂരിനെ കോൺഗ്രസ് തിരുത്തി എന്നാണ് എൻ്റെ പക്ഷം. അഥവാ തരൂരിനെ കൊണ്ട് തിരുത്തിപ്പിച്ചു എന്നതാണ് എൻ്റെ വാദം. കാരണം ഇന്ന് തരൂർ പങ്കുവച്ചിരിക്കുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയിൽ പുതുതായി ഒന്നുമില്ല എന്നാണ് എൻ്റെ ടേക്ക്. ഇത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-ാം തീയതി 10/2/2025 എന്നെ നെല്ലിക്കുന്ന് ചോദിച്ച ചോദ്യമുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും തുടങ്ങിയ വ്യവസായ സംരംഭങ്ങൾ ഏതെല്ലാമാണെന്ന് ജില്ല തിരിച്ചു വ്യക്തമാക്കാമോ എന്ന് തുടങ്ങി ആ ചോദ്യങ്ങൾ പല ചോദ്യങ്ങളായിട്ട് പല ഹെഡറുകളിൽ ഈ സംരംഭങ്ങളും അവയുടെ മുടക്കുമുതലും ജില്ല തിരിച്ചു വ്യക്തമാക്കാമോ, ഈ വ്യവസായ സംരംഭങ്ങൾ പൂട്ടിയത് കാരണം എത്ര കോടി രൂപ നഷ്ടം, തൊഴിലുകൾ നഷ്ടപ്പെട്ടവരെ പുനരുദ്ധരിപ്പിക്കാൻ സ്വീകരിച്ച നടപടികൾ തുടങ്ങി എത്ര പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ ഡീറ്റെയിലായി ഓരോ ജില്ല കേന്ദ്രീകരിച്ച് ഓരോ സെക്ടർ കേന്ദ്രീകരിച്ച് അഗ്രോ ഫുഡ് ബേസ്ഡ്, ടെക്സ്റ്റൈൽസ്, ജനറൽ എഞ്ചിനീയറിംഗ്, സർവീസ് ആക്ടിവിറ്റീസ് എന്നതടക്കം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നിയമസഭയിൽ വെച്ച രേഖയാണ് ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വളരെ വലിയ എന്തോ ഒരു കണ്ടുപിടുത്തമാണ് എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞതെന്താ? ഗ്ലോബൽ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ, ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലായതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ശശി തരൂർ ലേഖനം എഴുതുന്നത്. സംരംഭകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയും സിംഗപ്പൂരും 3 ദിവസം എടുക്കുമ്പോൾ ഇന്ത്യ 114 ദിവസം എടുക്കുകയും കേരളം ഒരു സംരംഭം തുടങ്ങാൻ 236 ദിവസം എടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് 2 മിനിറ്റ് സമയം കൊണ്ട് കേരളത്തിൽ ഒരാൾക്ക് ബിസിനസ് തുടങ്ങാം എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ടിലെ കണക്കുകൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് കേരളത്തെ പുകഴ്ത്തുകയായിരുന്നു. പക്ഷേ അപ്പോഴും ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായി, ഇത് പി രാജീവ് പറഞ്ഞ വാചകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പി രാജീവിൻ്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇതേ പി രാജീവാണ് നിയമസഭയിൽ ഈ ഫെബ്രുവരി മാസം 10-ാം തീയതി എന്നെ നെല്ലിക്കുന്നിന് ഈ കണക്കുകൾ കൊടുത്തിരിക്കുന്നത്. ആ കണക്കുകളാണ് ടൈംസ് ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ കണക്കിലെ വളരെ കൗതുകകരമായ ഒരു കൗശലമുണ്ട്. ഞാനത് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ശശി തരൂർ ആദ്യം വിശ്വസിച്ചതും വിശ്വസിക്കുന്നതുമെല്ലാം ഫെബ്രുവരിയിൽ തന്നെ പി രാജീവ് പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്നും അതിൽ പുതുതായിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിൽ ഈ കണക്ക് പ്രകാരം കേരളത്തിൽ പൂട്ടിപ്പോയ സംരംഭങ്ങൾ എത്രയാണ്? കണക്ക് പ്രകാരം പറയുന്നത് 42,000-ഓളം മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസാണ് പൂട്ടിയിരിക്കുന്നത്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സ്ഥാപനങ്ങളാണ് പൂട്ടിയിരിക്കുന്നത്. 42,000. എത്ര വർഷം കൊണ്ടാണ്? 9 വർഷം കൊണ്ടാണ് പൂട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് അതിനകത്തെ കൗതുകകരമായ കുറച്ച് പ്രവർത്തിച്ചതിന് ശേഷം നിന്ന് പോയതാണ്. ഈ കണക്കിൽ പറയുന്നു ഇനി 1,03,764 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്നു. 9 വർഷത്തെ കണക്കാണ്. ഇനി ഞാനൊരു ഉത്തരം പറയാം. ലോക്സഭയിൽ നമ്മുടെ പീയൂഷ് ഗോയൽ, കൊമേഴ്സ് മിനിസ്ട്രി, ട്രേഡ് മിനിസ്ട്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കണക്കുണ്ട്. ആ കണക്ക് December 3, 2024, അതായത് പി രാജീവ് ഇത് പറയുന്നതിന് 2 മാസം മുൻപ് ലോക്സഭയിൽ പറഞ്ഞൊരു കണക്കുണ്ട്. 1/7/2020 മുതൽ 15/11/2024 വരെ പൂട്ടിപ്പോയ ഇതേപോലെയുള്ള ഈ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളെയും താരതമ്യം ചെയ്തുള്ള കണക്കുണ്ട്. കേരളത്തിൽ എത്രയാണ് കണക്കെന്നറിയാമോ? ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് 1753 അവസാനത്തെ 4 വർഷം പൂട്ടിപ്പോയ കണക്ക്. എപ്പോൾ? നമുക്ക് റാങ്കിങ് കിട്ടിയതിന് ശേഷം. അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരിൽ പി രാജീവ് പറയുകയും ബ്രാപ്പാണ്, അതാണ് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ. ആ ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാനാണ് ഈസ് ഓഫ് ഡൂയിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതാണ് 2021 ശേഷം നമുക്ക് ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുന്നത് ആരാ? ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻഡസ്ട്രി, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയാണ് കൊടുക്കുന്നത്. അപ്പോൾ DPIIT കൊടുക്കുന്ന ബ്രാപ്പ് റാങ്കിങ് വന്നതിനു ശേഷം കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി? പീയൂഷ് ഗോയൽ കേന്ദ്രമന്ത്രി ലോക്സഭയിൽ കൊടുക്കുന്ന കണക്ക്, കേരളത്തിൽ പൂട്ടിപ്പോയത് 1753 MSME. അതിൽ 1747 മൈക്രോ സ്ഥാപനങ്ങൾ, 5 സ്മോൾ, 1 മീഡിയം. ഇതാണ് കണക്ക്, ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന കണക്കാണ്. അപ്പോൾ പീയൂഷ് ഗോയൽ പറയുന്നു കേരളത്തിൽ കഴിഞ്ഞ അവസാനത്തെ 4 വർഷം 1753 സ്ഥാപനങ്ങളെ പൂട്ടിയിട്ടുള്ളൂ. കോവിഡ് കാലമുണ്ട്. കോവിഡ് കാലം അതിന് ശേഷമാണ് പൂട്ടുന്നത്. അതാണ് 2020 മുതലുള്ള കണക്കാണ് ഈ പറയുന്നത്. ഇനി മഹാരാഷ്ട്രയിൽ ഇതേ കാലയളവിൽ പൂട്ടിയത് എത്രയാണെന്നറിയാമോ? 15,220 സ്ഥാപനങ്ങളാണ്. തമിഴ്നാട്ടിൽ പൂട്ടിയത് എത്രയാണെന്നറിയാമോ? ഈ കാലയളവിൽ 7,894. ഗുജറാത്തിൽ പൂട്ടിയത് 4,994. ഉത്തർപ്രദേശിൽ പൂട്ടിയത് 3,769. ഈ കാലയളവിലാണ്. ഈ കാലയളവിൽ കേരളത്തിൽ പൂട്ടിയിരിക്കുന്നത് എത്രയാ? 1,753. അതായത് ബ്രാപ്പ് റാങ്കിങ് വന്നതിനു ശേഷം കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഈ MSMEകളുടെ കാര്യത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടത് കേവലം 1753 സ്ഥാപനങ്ങൾക്കാണെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ്. ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പീയൂഷ് ഗോയൽ ഇത് പറയുന്നത്. ഇതിനു ശേഷമാണ്
നമ്മളുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ എന്നെ നെല്ലിക്കുന്ന് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഓരോ ജില്ലയിലും എത്ര മൈക്രോ സ്ഥാപനങ്ങൾ, എത്ര സ്മോൾ സ്കെയിൽ സ്ഥാപനങ്ങൾ, എത്ര മീഡിയം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്ക് പറയുന്നത്. ഈ രണ്ട് കണക്കും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പോൾ ശശി തരൂർ ഈ ഗ്ലോബൽ ബിസിനസ് റിഫോമിൻ്റെ ഭാഗമായിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്കിങ് കാണുകയും ഈ പീയൂഷ് ഗോയൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ലോക്സഭാ MP ആണ് പീയൂഷ് ഗോയൽ, നമ്മളുടെ ശശി തരൂർ. അപ്പോൾ പീയൂഷ് ഗോയലിന് ഈ കണക്ക് എന്തുകൊണ്ടാണ് ശശി തരൂർ കാണാതെ പോയെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ച് ഡൽഹിയിൽ നടന്ന ഈ ഉന്നത സമിതിയുടെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിനു ശേഷം ഒരു തിരുത്തൽ വേണം എന്ന് വളരെ കൃത്യമായി ശശി തരൂരിനോട് പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ ആ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് PJ കുര്യനടക്കം നമുക്കിവിടെ നൽകിയ ബൈറ്റുണ്ട്. ആ ബൈറ്റിൽ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കോടെ സംസാരിക്കുന്നതല്ല ഒരു കോൺഗ്രസ് നേതാവാകാനുള്ള യോഗ്യത എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുമുണ്ട് ശശി തരൂർ. ആ സമയത്ത് ശശി തരൂരിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഈ സമയത്ത് സർക്കാരിനെ പ്രകീർത്തിച്ചത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ LDFൻ്റെ അംബാസഡറായി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ശശി തരൂർ ആ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ കുഴപ്പത്തിലാക്കിയെന്നും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തോന്നലുണ്ടാക്കിയെന്നും അത് സർക്കാരിനെ പുകഴ്ത്തലായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായെന്നും അത് തിരുത്തണമെന്നും ആവശ്യപ്പെടുന്നു. അത് തിരുത്താൻ വേണ്ടി ശശി തരൂർ കണ്ടെത്തിയ ഒരു പീസ് ഓഫ് ജേർണലിസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വന്നിരിക്കുന്ന ടൈംസ് ഓഫ് ഇതിൽ. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇത്രയും നേരമായല്ലോ, ഇപ്പോൾ നേരത്തോടെ നേരമായി, രാവിലെയാണല്ലോ അദ്ദേഹം ഇത് ഷെയർ ചെയ്യുന്നത്. തരൂരിന്റെ ലേഖനം വലിയ തോതിൽ വലിയ ഒരു ആവേശമായിക്കൊണ്ട് സർക്കാർ അതിനെ ഏറ്റുപിടിക്കുകയും തരൂർ പോലും പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്ത മന്ത്രി പി രാജീവ് ഈ നിമിഷമായിട്ടും എന്തുകൊണ്ടാണ് ഈ 42,000 MSMEകൾ പൂട്ടിപ്പോയി എന്ന വിഷയത്തിൽ ഈ നിമിഷമായിട്ടും അദ്ദേഹത്തിന് പ്രതികരണം വരാത്തതുകൊണ്ടാണ്? നിയമസഭയിൽ ഒന്നാമത്തെ കാര്യം ഡോക്ടർ അരുണോര കാര്യം മനസ്സിലാക്കേണ്ടത്, നിയമസഭയിൽ വരുന്ന രേഖകൾ പലപ്പോഴും വാർത്തയായി പുറത്തേക്ക് വരാറില്ല. അല്ല, പി രാജീവിന്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ പി രാജീവ് ഈ നിമിഷം വരെ അതിനോട് പ്രതികരിച്ചില്ല. പക്ഷേ എന്റെ ചോദ്യം പി രാജീവ് ഞാൻ ചോദിക്കുന്നത് ഈ റാങ്കിംഗ് വരുന്നത് എന്തിനാണ്? പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ നിലനിന്ന സംരംഭങ്ങൾ പൂട്ടിപ്പോയ കണക്ക് ഞാൻ തന്നെ കൊടുത്ത കണക്ക് എന്ന് എന്തുകൊണ്ടാണ് മന്ത്രി ഇപ്പോൾ വിസ്തീരിക്കുന്നത്? 3 കൊല്ലത്തെ മേനി പറയുമ്പോൾ 9 കൊല്ലം കൊണ്ട് പൂട്ടിപ്പോയത് ഇത്രയാണെന്നും ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ അത് പൂർണ്ണ നല്ല അവസ്ഥയിൽ തന്നെയാണോ, ഈ 9 കൊല്ലത്തിനിടയിൽ പൂട്ടിപ്പോകാനിടയായ സാഹചര്യം എന്നുള്ള സർക്കാർ അതിന്റെ മറുപടി പറയേണ്ട സമയം നേരത്തോട് നേരമായിട്ടും വന്നിട്ടില്ല. സഭയിൽ പി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവിക്കുക? ഇത്തരം ഇൻഡസ്ട്രികൾ വരുന്ന സമയത്ത് ചില സ്ഥാപനങ്ങൾ നിലനിൽക്കുകയും ചിലത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ഇന്ത്യ മുഴുവൻ നടക്കുന്ന പ്രതിഭാസമാണ്. ഏതെങ്കിലും തരത്തിലൊരു മൈക്രോ സ്ഥാപനം വന്നാൽ, സൂക്ഷ്മ സ്ഥാപനം വന്നാൽ, ഏതെങ്കിലും ഇടത്തരം സ്ഥാപനം വന്നാൽ ആ സ്ഥാപനം നിലനിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. തമിഴ്നാട്ടിൽ 50,000 സ്ഥാപനങ്ങളാണ് ഒരു വർഷം. കമ്പാരിസൺ വേണ്ട. കമ്പാരിസണിൽ നമ്മൾ ഉയർന്നു നിൽക്കുന്നു എന്ന് മേനി പറയുമ്പോൾ അവിടെ പൂട്ടിപ്പോയ കണക്ക് പറയരുത്. പൂട്ടിപ്പറയുന്ന കണക്ക് മന്ത്രി പറയണം. മന്ത്രി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഏതെങ്കിലും തരത്തിൽ വിവാദമാവുന്ന എപ്പോഴാണ്? സർക്കാർ ഈ കണക്ക് പുറത്തു വിട്ടില്ല. സർക്കാർ കണക്ക് പുറത്തുവിടാതെ ചോദ്യം വരുമ്പോൾ ഉത്തരം പറയേണ്ടതാണ്. നിയമസഭയിൽ മന്ത്രി തന്നെ പറയുന്നു 42,000-ഓളം സ്ഥാപനങ്ങൾ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ പൂട്ടിപ്പോവുകയും 1,03,700-ലേറെ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടതായി സംശയിക്കുന്നു. പക്ഷേ ഇവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഇവരിൽ പലരും തന്നെ അടുത്ത സ്മാൾ ആ കണക്കിലേക്കാണ് വരേണ്ടത്. ഇനി ഉദ്യം പോർട്ടൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും കണക്കെടുക്കുമ്പോൾ അവസാനത്തെ 4 വർഷം ക്ലോഷർ ചെയ്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് രജിസ്റ്റർ ചെയ്ത കണക്കിന്റെ അനുപാതം നോക്കിയാൽ കുറവ് കേരളത്തിലാണ്. അപ്പോൾ ഈ കണക്കാണല്ലോ മുന്നിൽ ലോക്സഭയുടെ മുന്നിലുള്ളത്. ഇനി 9 വർഷത്തിനിടയിൽ പൂട്ടിപ്പോയ 42,000 സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി പറയുമ്പോഴല്ലേ അത് വ്യക്തമാവൂ. ഇതൊരു പുതിയ പ്രതിഭാസമല്ല. ഇതെല്ലാ കാലങ്ങളിലും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലും മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലും തുടങ്ങുമ്പോൾ ഒരു നിശ്ചിത ശതമാനം അതിൽ നിന്ന് കൊഴിഞ്ഞു പോകും. 9 വർഷത്തെ കണക്കാണ്. അവിടെയാണ് ഒരു വർഷം 1,52,000 ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്ന കണക്ക് വരുന്നതും കഴിഞ്ഞ 3 വർഷം കൊണ്ട് 3 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് പറയുകയും ചെയ്തത് അവിടെയാണ്. അപ്പോൾ എൻ്റെ സംശയം ഇതാണ്, ശശി തരൂർ യഥാർത്ഥത്തിൽ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖനം എഴുതുമ്പോൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്ന ഡാറ്റയാണ് നിയമസഭയിൽ ഉണ്ടായിരുന്ന പി രാജീവിൻ്റെ മറുപടിയും പീയൂഷ് ഗോയൽ ലോക്സഭയിൽ കൊടുത്തിരിക്കുന്ന മറുപടിയും. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ഈ ലേഖനത്തിലുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഡൊമൈനിലുണ്ട് എന്ന് പറഞ്ഞാൽ സഭയിലെ ചോദ്യം, അതിനുള്ള ഉത്തരം, അത് ശരി, അത് വാർത്തയായി ഇതുവരെ
ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ആ വാർത്തയും ഈ പറയുന്ന ഓരോ ജില്ലയിലെയും കണക്ക് വെച്ചിട്ട് അതെ ഞാൻ പറയുന്നത് ഈ വാർത്ത കേരളം ഇപ്പോൾ വായിക്കുന്ന എപ്പോഴാണ്, ഈ വാർത്ത വന്നപ്പോഴാണ്. ശശി തരൂർ MP ആ കണക്ക് കൂട്ടാൻ നിന്നിട്ടില്ല. ഓരോ ജില്ലകളുടെയും കണക്കാണല്ലോ. ഈ കണക്ക് കൂട്ടുമ്പോഴാണ് ഈ 42,000-ലേക്ക് എത്തുന്നത്. ആ കണക്ക് കൂട്ടാൻ ശശി തരൂർ നിന്നിട്ടില്ല. ശശി തരൂർ ആദ്യം എന്താ ചെയ്തത്? മന്ത്രി പി രാജീവ് പറഞ്ഞ കണക്കെടുത്തിട്ട് അതേപടി ഫേസ്ബുക്കിൽ പീയൂഷ് ഗോയൽ പറഞ്ഞ കണക്കോ അത് ശശി തരൂർ കാണാതെ പോയതാണോ? പീയൂഷ് ഗോയലിന്റെ കണക്ക് എന്താണ് ഇവിടെ വാർത്തയായിരുന്നു? അതല്ലേ പീയൂഷ് ഗോയൽ വാർത്തയാക്കി വേണോ ശശി തരൂർ അറിയാൻ? ശശി തരൂർ ലോക്സഭയിലെ MP അല്ലേ? ആ ലോക്സഭാ MPക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയല്ലേ പീയൂഷ് ഗോയൽ എന്ന മന്ത്രി ലോക്സഭാ MPക്ക് കൊടുത്ത മറുപടി ലോക്സഭാ MP ആയ ശശി തരൂർ ഒരു പത്രസ്ഥാപനത്തിലൂടെ വേണമോ അറിയാൻ? അത് കൃത്യമായ ഡാറ്റ ശശി തരൂരിന് മനസ്സിലാവില്ലേ? അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ശശി തരൂരിന് ആക്സസിബിളായ ഡാറ്റ ഇരിക്കുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ അതേ ഡാറ്റ എടുത്ത് പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ തന്നെ ഈ കണക്കുകളിൽ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നിരിക്കെ അതിൽ ഇതാ ഷെയർ ചെയ്യുന്നു, ഈ കണക്കുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ശശി തരൂർ ആദ്യത്തെ നിലപാട് സ്വീകരിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നേരിട്ട ക്ഷീണത്തെ മറികടക്കാൻ ശശി തരൂരിനോട് ആ നിലപാട് തിരുത്താൻ ആവശ്യപ്പെട്ടു. നിലപാട് തിരുത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് വന്ന ലേഖനം ഷെയർ ചെയ്തുകൊണ്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നു. പക്ഷേ ആശങ്ക അസ്ഥാനത്താണ് എന്ന് കണക്കുകൾ നമ്മളോട് പറയുന്നു. കാരണം അവസാനത്തെ 4 വർഷം ബ്രാപ്പ് റാങ്കിംഗ് വന്നതിനു ശേഷം യൂട്ടിലിറ്റി മേഖലയിൽ, സിറ്റിസൺസുമായി ബന്ധപ്പെട്ട സർവീസിൻ്റെ മേഖലയിൽ കേരള സംസ്ഥാനത്തിൻ്റെ വ്യവസായ സൗഹൃദമാണ് എന്ന് തെളിയിക്കുന്ന 5 പ്രധാനപ്പെട്ട സബ് സെക്ടറുകളിൽ കേരളം ഒന്നാമതാണ്. അത് നിഷേധിച്ചിട്ടില്ലല്ലോ ശശി തരൂർ. ഈ പറയുന്ന ഗ്ലോബൽ റാങ്കിംഗ് ഇൻഡെക്സ് നിഷേധിച്ചിട്ടുണ്ടോ? ബ്രാപ്പിൽ കേരളത്തിന് കിട്ടിയ റാങ്കിംഗ് നിഷേധിച്ചിട്ടുണ്ടോ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആ അർത്ഥത്തിൽ കേരളം ഒന്നാമതാണ് എന്ന നിലപാട് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആന്ധ്രാപ്രദേശ് 2ാമതും ഗുജറാത്ത് 3ാമതുമാണ് എന്നുള്ളത് നിഷേധിച്ചിട്ടുണ്ടോ? നിഷേധിച്ചിട്ടില്ല. അപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കണക്ക് എന്തോ ഒന്ന് പുതുതായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഇതിൽ ഈ വിവാദത്തിൽ നിന്ന് തടിയൂരുക എന്നുള്ളത്. 2, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ ഉപസ്ഥാനം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അത് വളരെ കൃത്യമായി ഉറപ്പിക്കുക എന്നുള്ളതും ഐക്യം ഉറപ്പിച്ചേ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാവൂ എന്നുള്ള ഹൈക്കമാൻഡിന്റെ ശാസന ശിരസാ വഹിച്ചു എന്നതിന് തെളിവാണ്. ഇത് മാത്രമല്ല എന്നുള്ളത് പുതിയ സംരംഭങ്ങൾക്കുള്ളതാണ്. ഇത് പൂട്ടിപ്പോയ കണക്കാണ്. ഈ പൂട്ടിപ്പോയ കണക്കിൽ മന്ത്രി ഇതുവരെയും ശശി തരൂർ അത് ഷെയർ ചെയ്തിട്ട് വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. മന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാമല്ലോ. മന്ത്രി നേരത്തെ ശശി തരൂരിന്റെ ലേഖനത്തെ മന്ത്രി ഈ കണക്കിനോട് മിണ്ടണമെന്നേ. നമുക്ക് തന്നെ ബോധ്യമുള്ള ഒരു കാര്യം ഇനി മന്ത്രി പറഞ്ഞാലേ നമുക്ക് ബോധ്യമാവുന്നത് നമ്മൾ ഈ കണക്കുകൾ കാണുന്നത്. ബോധ്യമായ കണക്ക് ഞാൻ പറയാം. ബോധ്യമായ കണക്ക് നമുക്ക് ഇതുവരെ നഷ്ടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായി 42,000. തമിഴ്നാട്ടിൽ മാത്രം ഒരു വർഷം 50,000 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോകുമ്പോഴാണ് 9 വർഷം കൊണ്ട് കേരളത്തിൽ 42,000 എന്ന കണക്ക് പറയുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ 4 വർഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്ത് വന്നതിനു ശേഷം ബ്രാപ്പ് റാങ്കിങ്ങിൽ കേരളം 5 പ്രധാനപ്പെട്ട ഉപവകുപ്പുകളിൽ 1ാമതെത്തിയതിനു ശേഷം കേരളത്തിൽ ആകെ അടച്ചുപൂട്ടിയിരിക്കുന്നത് 1753 സ്ഥാപനങ്ങൾ മാത്രമാണ്. ഇത് മഹാരാഷ്ട്രയെ അപേക്ഷിച്ച്, തമിഴ്നാടിനെ അപേക്ഷിച്ച്, ഗുജറാത്തിനെ അപേക്ഷിച്ച്, ഉത്തർപ്രദേശ്. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഡോക്ടർ അരുൺ പറയുന്ന ഈ കാര്യങ്ങൾ എന്താണ് മന്ത്രിക്ക് പറയാൻ പറ്റാത്തത്? അത് മന്ത്രിയല്ല പറയുന്നത്, ഞാൻ പറയുന്നതല്ല. എനിക്ക് മന്ത്രി പറയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. മന്ത്രി പറയട്ടെ. മന്ത്രി പറയുന്നില്ലല്ലോ, പറയുന്നില്ല. എന്റെ ചോദ്യമാണ്. അല്ല, ഇത് സ്മൃതിക്ക് ബോധ്യപ്പെട്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ കണക്ക് ബോധ്യപ്പെട്ടല്ലോ. ഈ കണക്കല്ലേ ഈ കണക്കിനെ പുതുമ എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. പുകഴ്ത്തിയപ്പോൾ അത് ശശി തരൂർ ഷെയർ ചെയ്തപ്പോൾ, ശശി തരൂർ അതിന് പറഞ്ഞപ്പോൾ അത് വലിയ വാർത്തയാവുകയും അതിന്മേൽ പ്രതികരിക്കുകയും ചെയ്ത മന്ത്രി ഇപ്പോൾ ശശി തരൂർ പൂട്ടിപ്പോയ കണക്ക് പുറത്തേക്ക് പറയുമ്പോൾ മിണ്ടുന്നില്ല. മന്ത്രി പ്രതികരിക്കണം എന്നുള്ളതാണെങ്കിൽ മന്ത്രി പ്രതികരിക്കണം. അത് മന്ത്രി പ്രതികരിച്ചോട്ടെ. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അതിൽ എന്താണ് ഒരു പുതുമ? ശശി തരൂർ തിരുത്തി എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിന്റെ ന്യൂനതയായി എടുത്തു കാട്ടാൻ അതിൽ എന്താണുള്ളത്? അതും കേരളത്തിൽ പോസിറ്റീവായിട്ട് വരുന്നത്. അത് ഈ മറുപടിയുണ്ട്, പീയൂഷ് ഗോയലിന്റെ മറുപടിയിലുണ്ട്. പൂട്ടിപ്പോയ സ്ഥാപനങ്ങളിൽ പുറകിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്ന് കേരളമാണ്. സ്ഥാപനങ്ങളുടെ കണക്കും എണ്ണവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതാണ് ആ കണക്കായി നമ്മളോട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ടേക്ക് ഇത്രയേ ഉള്ളൂ, ശശി തരൂർ തിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ തിരുത്തിപ്പിച്ചു എന്നതാണ് അതിൻ്റെ കൂടെയുള്ളൊരു വാചകം. ആ തിരുത്തിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇതവിടെ പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് MV ഗോവിന്ദൻ മാഷ് വളരെ സരസമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന് കോൺഗ്രസിന് ബോധ്യമുള്ള ഒന്ന് ശശി തരൂരിനാണ്, 2 മുല്ലപ്പള്ളിക്കാണ്. പക്ഷേ മുല്ലപ്പള്ളിക്ക് ഒരു നാക്കുപിഴയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കോൺഗ്രസിനാണ് എന്നാണ് പറഞ്ഞത്. അതിനുള്ളൊരു മറുപടി ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് വരണമായിരുന്നു. ശശി തരൂരിന് ആ അർത്ഥത്തിൽ ഈ വിവാദത്തിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ആർട്ടിക്കിളിനെ കാണുന്നത്. അതിൽ പുതുതായിട്ടൊന്നും തന്നെ ഇല്ല എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.